ഞാൻ നിലങ്ങളെ രാവും പകലും മുഴുവൻ ഇതിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ഞാൻ എത്ര ഇങ്ങോട്ട് ക്ഷണിക്കോ അത്രയും അവ പിന്നോട്ട് ഓടുകയാണ് റബ്ബേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഏ നൂഹ് നബിയെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എത്ര തുച്ഛാൾ വിശ്വസിച്ചു അവരല്ലാതെ ഇനി ഒരൊറ്റൊന്നും വിത്തിനുള്ള ഒന്നും ഇസ്ലാം മതം സ്വീകരിക്കാൻ പോലില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാക്കല്ലേ അത് കേട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം വല്ലാത്ത വിമ്മിട്ടം വന്ന് ദേഷ്യം വന്ന്, പടച്ചോനെ, നിന്റെ വെള്ളം, നിന്റെ വായു, നിന്റെ ഭക്ഷണം, നിന്റെ ഭൂമി, നിന്റെ ആകാശത്തിന്റെ വിട്ടുപാക്കുന്നേ, അവർ നിന്നെ വിളിച്ച വഴിയിലേക്ക് വേണ്ടില്ലെങ്കിൽ അവരെന്തിനാ ഇവിടെ? അതുകൊണ്ട് ഒരൊറ്റ കാഫറിനെയും ഭൂമിന്റെ ഉപരിഭാഗത്ത് നീ ബാക്കിയാക്കണ്ട, മുഴുവൻ നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ കഥിയൊന്നും പറയല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പോയ വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ. അക്രമികളായ കുഫറിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന കക്ഷികളെ അവരെ നിങ്ങൾ ഹലാക്കാക്കാൻ ഒക്കെ ഞാൻ ഹലാക്കാക്കിക്കൂടാ. പക്ഷേ അവരെ ഞാൻ ഹലാക്കാക്കുമ്പോൾ അതിൻ്റെ മോനാണ്, ഇതിൻ്റെ പെങ്ങളാണ്, ഇതിൻ്റെ മെറുവനാണ്, പുഴപ്പാണെന്ന് പറഞ്ഞ് ശിഫാരിച്ച് പറയപ്പെടുന്നത്. ശിഫാരിച്ച് പറയാൻ ഇവിടെ വരുന്നത് ഒന്നില്ലാതെ ഞാൻ ഹലാക്കിക്കൊള്ളാം. അല്ലാഹു എന്ത് ചെയ്തു? തൂഫാൻ എന്നൊരു വെള്ളം, ആ വെള്ളം കൊണ്ടെന്തായി? അവര് ചോദിച്ചെന്ന്, ഏത് അടുപ്പെന്നാണടാ നിന്റെ വെള്ളം വരാന്ന് കളിയാക്കി നൂഹ് നബിയെ. ഒഫാറത്തന്നൂർ, അതേ അടുപ്പിൽ നിന്ന് തന്നെ വെള്ളപ്പെട്ടി. അങ്ങനെ മഴയും കുന്നും വീണും നിറഞ്ഞു. അങ്ങനെ അല്ലാഹു ഹലാക്കി. അത്രയും ഭയങ്കരമായ ശിക്ഷ ആ നൂഹ് നബിന്റെ കാലത്ത് അല്ലാഹു തആല കൊടുത്തു. ഇതുപോലെ എൻ്റെ ഉമ്മത്തികൾക്ക് നീ ഇവിടെ വെച്ച് ശിക്ഷ നൽകരുത്. അതിനും എനിക്ക് ഉത്തരം കിട്ടി. മൂന്നാമത്തെ സംഗതി, എൻ്റെ ഉമ്മത്തികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവരുത് എന്നായിരുന്നു. അത് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നിട്ട് റസൂൽ പറയുന്നു, ഹാദാ ഐസറു, മറ്റ് 2 കൊല്ലം ചേർത്തി വയ്ക്കാൻ ഇത് ഒരു എളുപ്പമുള്ള കാര്യം. എങ്കിലും അത് വരാൻ കാരണം നമ്മൾ ഇഖ്തിലാഫുകളെ കൊണ്ടാണ്. ആവാ സംഗതി ഇവിടെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷെ അക്കാതാ വാപ്പലാതാ മനസ്സിലാക്കാൻ വേണ്ടിയില്ലേ തൻ്റെ ഇടം എല്ലാ ആളുകൾക്കും അല്ലാഹു തന്നിട്ടുണ്ട്. എല്ലാ ജാതികൾക്കും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹക്കിൻ്റെ അഹിലുകാർ ആര് എന്നും അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമം വരെ വരുന്നവർ ചിന്തിച്ചു നോക്കിയ കിട്ടുന്നത് ഒറ്റൊന്നാ കിട്ടുക. അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും. ആ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറകെ ഇവിടെ വേറെ നബി വരാനില്ല. ഈസാ നബി ലാസ്റ്റിൽ വരുന്നത് നബിന്റെ ഉമ്മത്തെന്ന നിലയാണ്, തൻ്റെ ഇന്ത്യയിൽ ഇവിടെ നടത്താൻ വരുന്നതല്ല. എന്നാൽ ആ അമ്പിയാക്കൾ എല്ലാം കൊണ്ടുവന്നത് ഒറ്റൊന്നാണ്. ആ അഖീദയിൽ വിശ്വാസപരമായ സംഗതികളിൽ വ്യത്യാസമില്ല. ഫുറൂഇയ്യാത്തിൽ എന്തെന്നാലും വ്യത്യാസം ഉണ്ടാകും. അതാണല്ലോ 4 മദ്ഹബ്. 4 മദ്ഹബും ഹഖാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ആയത്തും ഹദീസും തന്നെയാണ്. അതിൻ്റെ ഓരോ വഴികളെന്നേ ഉള്ളൂ. ആ 4 മദ്ഹബ് ഫുറൂഇൽ വിശ്വസിക്കുകയും അഖീദയിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന കക്ഷികളാണെന്ന് ഹഖിൻ്റെ എഴുതുകാർ. ആ ഹഖിൻ്റെ എഴുതുകാരായ അത് സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അതാ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ആ സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ എന്ന് പറയുന്ന ആ കക്ഷികളെ കൂട്ടത്തിൽ നമ്മൾ അടിയോച്ച് നിൽക്കണം. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമം 1-ാം തീയതി വരെയും അതുണ്ടാകും. അത് ആരാണെന്ന് ആർക്കും ചോദിച്ചറിയണ്ട. മാന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും എന്ത് നിലവിളിച്ചു കൊള്ളുന്നോ അവരാണ്. ഇനി കുറെ കൂട്ടരെ നമ്മളാ മറ്റേന്നാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കട്ടെ, ഭരണാധികാരികളും കുറച്ച് കണ്ണു തുറക്കേണ്ടതുണ്ട്. ഭരണാധികാരികൾ കണ്ണു തുറന്നോളണം. വഖഫ് വാർഡ് ആർക്കല്ലെന്നാണോ? വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ? വഖഫുള്ള ഓരോറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റൊന്നിന് വോട്ട് കിട്ടിയത് കേട്ടോ.
കുഞ്ഞുങ്ങളെ സഹായിക്കാത്ത ഓരോരുത്തരും വോട്ട് കൊടുക്കുന്നു. വേറൊന്നും പറയാനില്ല. ഓരോ പുതിയ നമ്മളെ ആൾ പോണേ നമ്മളേലാണ് കാണാൻ. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണോ, ജനങ്ങളെ മനസ്സിലാക്കണോ? മലപ്പുറത്തെന്തായിട്ടൊന്ന് മുട്ടിപ്പടിയിലൊരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോൾ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പൻ്റെതായ സ്കൂള് ഗവൺമെന്റും നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കണം. അതിന്റെ പണി നിങ്ങൾ ഈ കൂടിയ ആളുകൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാ ഞാൻ പറയുന്നത്. നമ്മക്കാരെയും പേടിയില്ല. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ച ആരെയുടെ പേടിക്കേണ്ടത്? നമ്മൾ ദുന്യാവിനോട് നിലകൊള്ളുന്നില്ല. അതുകൊണ്ട് ഹക്കിന്റെ മനുഷ്യർ ഹക്കുമല്ല അടി ഉറച്ച് നിൽക്കണം എപ്പോഴും. ആ നിരക്ക് അള്ളാഹു നമ്മൾ നിലനിർത്തി തരട്ടെ. എന്നാൽ നമ്മക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ ഒരുത്തം പേടിച്ചാൽ സർവ്വസാധു ഓരെ പേടിക്കും. ഓരോരുത്തരെ പേടിക്കേണ്ടി വരില്ല. അങ്ങനല്ലേ ചരിത്രം അന്ന് മുതൽ നിന്നുവരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. ഓരോ ഓലപ്പാമ്പ് കൊണ്ടും പേടിക്കണ്ട. ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇടങ്ങേറുകൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹാബത്തും നബിയും എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും പതറിപ്പോയോ? കഷ്ണം കഷ്ണമാക്കി മുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ? അവർ നിലവേശം പേടിച്ചോ? ഇല്ല. നമ്മളും അതുപോലെ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ നാഞ്ഞളെ പറയുമ്പോലെ പറയല്ലോ. നിങ്ങൾ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നാഞ്ഞളെന്ന് പറഞ്ഞ സാധനം തീരാ. അതുപോലെ ഇമ്പളെ രാജി അടിച്ചത്